പരലോകത്തെ ശിക്ഷ കാണിച്ചു കൊടുക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി നടത്തുന്ന വെപ്രാളത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ വിശദീകരിക്കുന്നുണ്ട്. റബ്ബിർജിഊൻ, എൻ്റെ രക്ഷിതാവേ എന്നെ മടക്കിത്തരുവിൻ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയതിൽ ഞാൻ സൽക്കർമ്മം പ്രവർത്തിച്ചു കൊള്ളാം. എന്നാൽ നമുക്കറിയാമല്ലോ, അങ്ങനെ കരഞ്ഞുകൊണ്ട് ആ വൈകവേളയിൽ അത്തരമൊരു പശ്ചാത്താപം നടത്തിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന്. കാരണം അയാളുടെ കാര്യം തീരുമാനിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരു സമയം അള്ളാഹു കൊടുത്തിരുന്നു. നമുക്കറിയാം, ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒന്നുണ്ടെങ്കിൽ സമയമാണ്. ധനം പലർക്കും പല പോലെയാണ് കൊടുക്കുന്നത്, ആരോഗ്യം പല പോലെയാണ്. എന്നാൽ സമയമെന്നത് ഏത് രാഷ്ട്രത്തിലുള്ള ആൾക്കായാലും അതുപോലെ തന്നെ ഏത് പ്രായമുള്ള ആളായാലും ഒരുപോലെയാണ് നൽകുന്നത്. ഈ സമയം നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന് ചിന്തിക്കണം. നിഅമത്താൻ അഥവാ 2 അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ അശ്രദ്ധരാണ്. അസ്വഹത്ത് വൽ ഫറാഗ് അഥവാ ആരോഗ്യവും ഒഴിവു സമയവും. ഒഴിവു സമയം നമ്മൾ എങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കുന്നത് എന്ന് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു സൂറത്ത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്നു. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ശരിയല്ലേ? നമ്മൾ ചുറ്റുപാട് നിരീക്ഷിക്കുമ്പോൾ ആളുകൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തു പോകുന്നത്. അതിൽ എത്ര പ്രവർത്തനങ്ങൾ പരലോകത്തേക്കായിട്ടുള്ളതാണ്. ഫല തുസക്കു അൻഫുസക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ സ്വയം പരിശുദ്ധരാക്കരുത്. നമ്മൾ സ്വയം നമ്മളെപ്പറ്റി തന്നെ വലിയ സംഭവമായി കാണാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ആദരണീയനായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും തഖ്വയുള്ള ആളാണ്. അപ്പോൾ ക്ലോക്കിൻ്റെ സൂചി ഒഴുകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ എക്സ്പയറി ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം വളരെ സ്മാർട്ടായി മാനേജ് ചെയ്തുകൊണ്ട് പരലോക വിജയം കൈവരിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.